രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഞാനത് ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബണ്ടിൽ തുണി ഇങ്ങനെ അലക്കാനുണ്ടായിരുന്നു. നമുക്ക് ഇത്രമാത്രം തുണി ഉണ്ടെങ്കിൽ അത് കല്ലിൽ കഴുകാനായാലും അതുപോലെ വാഷിംഗ് മെഷീനിലായാലും അതൊന്ന് ഒതുങ്ങി കിട്ടിയാൽ ഒരു സമാധാനമാവില്ലേ. അങ്ങനെ ഞാനത് ഒരു വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കിച്ചണിലോട്ട് എന്നിട്ട് കയറാമെന്ന് കരുതി. മീൻ കറി വെക്കണം, അതുപോലെ ചോറൊക്കെ വെക്കാനുണ്ട്. ചോറ് രാവിലെ ആയിട്ടുണ്ട്, കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ മെഷീനിൽ തുണി ഇട്ടിട്ട് ഞാൻ സ്റ്റോറിൽ എന്തോ എടുക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോർ കിടക്കുന്ന ആ ഒരു കിടപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ അങ്ങ് ഒരു വല്ലാത്തൊരിതായിപ്പോൾ കേട്ടോ. ഇത്രയും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു വാരി വലിച്ചിട്ടേക്കാനായിട്ട് സ്റ്റോർ ഞാൻ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് കയറി അടുക്കലും ഒതുക്കലും ഒക്കെ നടത്തുന്നുണ്ട്. എന്നാലും സ്റ്റോർ ഇങ്ങനെ കൂടെ ഈ ഒരു ലെവലിലാണത്. എടുക്കുന്ന സാധനങ്ങൾ അതേ ഒരു സ്ഥലത്ത് വെക്കാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ടൊരു വല്ലാത്തൊരു, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ അറിയാം ഇത് എന്തോ തീരെ ഒരു അടുക്കും ചിട്ടയില്ലാതെ വാരി വലിച്ചിട്ടേക്കാണെന്നല്ലേ. കുറേ സാധനങ്ങൾ താഴെ കിടക്കുന്നുണ്ട്, അതുപോലെ കളയാനുള്ള കവറ് പേപ്പറൊക്കെ കിടക്കാനായിട്ട്. ഇതൊക്കെ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ വാരിയിട്ടതാണ്, ഈ ഒരു കവറും പേപ്പറും സാധനങ്ങളൊക്കെ. പിന്നെ ഒരു എന്തൊക്കെയോ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതൊന്ന് വീഴുന്ന സമയത്ത് തന്നെ ഒന്ന് അടുക്കാതെ അത് പിന്നെ ആകട്ടെ അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണ് ഈ ഒരു പണിയാകുന്നത്. പിന്നെ സ്ഥിരം ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, ഇത് വല്ലപ്പോഴും മാത്രം എടുക്കുന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഞാൻ വെയിലത്ത് ഉണക്കിയിട്ട് ഈ ഒരു ടേബിൾ വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ അങ്ങ് സ്റ്റോറിലാണ് ഞാൻ സ്ഥിരം വെക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം പുറത്തെടുക്കാറുണ്ട്. അതുപോലെ സ്ഥിരം അങ്ങ് ആ ഒരു വെക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ട്, അവിടെ തന്നെ അങ്ങ് വെക്കാറാണ് പതിവ്. എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ കിച്ചണിലും ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയാവും. അതുമാത്രമല്ല ഞാൻ കിച്ചണിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആ ഒരു പുറത്ത് കണ്ട ടേബിളിലാണ് കഴുകി ഉണക്കി വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവിടെ ഒരു വല്ലാതെ എല്ലാം കൂടെ നിറഞ്ഞിരിക്കും. അതിനെ ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ട് കുറേ കവറുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ, അതിൽ ഞാൻ എക്സ്ട്രാ വരുന്ന പാക്കറ്റ് വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ ഒക്കെ ആ സ്റ്റാൻഡിലാണ് ഇങ്ങനെ വെക്കാറുള്ളത്. പിന്നെ നമ്മൾ ടിന്നിൽ തട്ടി വെക്കാറുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് അടുക്കിയൊക്കെ വെച്ചപ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കായിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് മാവോ അരി അങ്ങനെ എന്തൊക്കെയോ എടുത്ത കുറച്ച് സാധനങ്ങൾ എൻ്റെ വർക്കിംഗ് കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ്. അതും ആ ഒരു ബക്കറ്റിലും ടിന്നിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അത് എന്തിനൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് ഈ ഒരു സ്ഥാനത്ത് എത്താതെ ആ എടുത്ത് വർക്കിംഗ് കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ്. അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. അപ്പോഴാണ് എൻ്റെ നാഴിയില്ലേ, നമ്മൾ അരിയൊക്കെ ഇളക്കുന്ന നാഴി കണ്ടത്. അതിൻ്റെ ആ ഒരു അടിയിലത്തെ തട്ട് എപ്പോഴും ഇങ്ങനെ ഇളകി വരാറുണ്ട്. അത് ഞാനത് ഫിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നാളെ അരി എടുക്കുമ്പോൾ വീണ്ടും അത് ഇളകി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ താഴെ കിടക്കുന്ന കുറേ ഇത് ഗ്യാസിൻ്റെ ആ ഒരു പൈപ്പൊക്കെ മാറ്റിയതാണ്. ചെറിയൊരു ലീക്കല്ല, ഒരു ചെറിയൊരു മണമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് മാറ്റിയപ്പോൾ 3 വർഷമായിട്ടുണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേസ്റ്റ് ആയതാണ്, അത് ഞാനെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് എവിടെയാണോ ഈ ഹരിതകർമ്മ സേനക്കാർ വരുമ്പോൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരെടുക്കും, അല്ലെങ്കിൽ നമുക്ക് ആക്രി എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാം. അങ്ങനെ ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇനി കുറേ മാത്രം വീണ്ടും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒതുക്കി നിന്നാൽ ഫുള്ള് വാരി പുറത്തിട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ നിന്നാൽ അത് ഭയങ്കര പണിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് കിച്ചണിൽ ജോലിയുള്ളത് കാരണം ഇതൊന്ന് ഓടിച്ചൊന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കോഴിക്ക് കൊടുക്കാനുള്ള ഫുഡ് വാങ്ങി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ ഫുള്ള് ആ ഒരു സ്റ്റൂളിൽ ഇങ്ങനെ പുറത്തായിട്ട് അത് ഫുള്ള് അവിടെ കിടക്കുകയാണ്. അതിൽ ഞാനൊന്ന് അടിച്ചു വരി. പിന്നെ സ്റ്റോറിൽ ആ ഒരു ഫ്ലോറും കൂടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഫ്ലോറിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ടൈലാണ് സ്റ്റോറിലും കൊടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ടൈലുണ്ടായിരുന്നതൊക്കെ ഈ ഒരു സ്റ്റോറിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ റാക്കുകൾ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം നമ്മൾ കോൺക്രീറ്റ് സ്ലാബും ബാക്കി 2 കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു തകരത്തിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ചതാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് എടുത്ത് കളയുകയാണെങ്കിൽ കളയാം. പിന്നെ ലാഡറൊക്കെ എടുത്ത് മാറ്റി ഒന്ന് അടിച്ച് തരികയാണ്. പിന്നെ കുറച്ച് വലയും കാര്യങ്ങളും ഞാൻ മുകളിലോട്ട് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. മുകളിലോട്ട് നോക്കുമ്പോൾ കുറേ മാത്രം ആ ഒരു 4 മൂലയ്ക്കായിട്ട് കുറേ മാത്രം വലകളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലയൊക്കെ ഒന്ന് അടിക്കുകയാണ്. വല അടിക്കാനുള്ള ബ്രഷ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കങ്ങ് പോയേണ്ടതില്ല. അപ്പോൾ അതെടുത്ത് അവിടേക്ക് ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കുകയാണ്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടാണോ ഇപ്പോൾ വലയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നതെന്നല്ലേ? അപ്പോൾ ഞാൻ ആദ്യം മുകളിലോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും ആ ഒരു വലയും പൊടിയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ വീണ്ടും വല അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഫ്ലോർ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് മാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് 2-3 ബക്കറ്റും അതുപോലെ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആ ഒരു പാത്രമൊക്കെ അതിൻ്റെ കിച്ചണിലിരിക്കുകയായിരുന്നു. അതെല്ലാം കൊണ്ട് തിരിച്ച് ദേ ഇപ്പോഴാണ് കൊണ്ട് സ്റ്റോറിൽ വെച്ചത്. 2-3 ദിവസമായിട്ട് അത് അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റോറിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നില്ലേ? അട്രാക്ഷൻ അല്ലെങ്കിലും ഒരു വൃത്തിയൊക്കെ തോന്നില്ലേ? ആദ്യം ഇതെങ്ങനെയാണ് കിടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു അടുക്കും ചിട്ടയില്ലാതെ ഒരുപാട് വാരി വലിച്ചിട്ടേക്കായിരുന്നു. പിന്നെ ഏറ്റവും മുകളിലത്തെ തട്ടിലോട്ട് നോക്കണ്ട കേട്ടോ, അവിടെ ഞാൻ കയറിയിട്ടില്ല. അത് ലാഡർ എടുത്ത് വെച്ചാൽ എന്തായാലും അവിടെ കയറി വൃത്തിയാക്കൽ നടക്കും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി കൈ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ തുണി വാഷിംഗ് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ ഓഫായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുണിയും കൂടി എടുത്ത് അങ്ങ് അയയിലിട്ട് കഴിഞ്ഞാൽ സാധാരണയായിട്ട് മുകളിലാണ് കൊണ്ടിടാറുള്ളത്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ, സ്പിൻ ചെയ്ത തുണിയാകുമ്പോൾ 1 മണിക്കൂർ ഇവിടെ കിടന്നാൽ മതി, അതൊന്ന് വാടി കിട്ടും. അപ്പോൾ തുണിയെല്ലാം എടുത്ത് മടക്കി വയ്ക്കാൻ പറ്റും. ഇനി വേണം കിച്ചണിലോട്ട് കയറിയിട്ട് ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ചോറ് ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറികളൂടെ ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള ആ ഒരു പണികളും കഴിയും കേട്ടോ. അത് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റോർ റൂം ഒന്ന് വൃത്തിയായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അത് അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം.